ഹലോ ഫ്രണ്ട്സ്, തമിഴ്നാട്ടിലെ മരുഭൂമി എന്നറിയപ്പെടുന്ന തേരിക്കാട്ടിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പനഗുഡിയിലെ മഹേന്ദ്രഗിരി റിസർവ് ഫോറസ്റ്റിനകത്തുള്ള കുത്താരപ്പാഞ്ചൻ വാട്ടർഫാളും അതുപോലെ തന്നെ റോസ്മിയപുരത്തെ കന്നിമരത്തോപ്പ് തലയനയും കണ്ടായിരുന്നു യാത്ര. അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് തേരിക്കാട്ടിലേക്കാണ്. കന്നിമരത്തോപ്പ് തലയനയിൽ നിന്നും തേരിക്കാട് വരെ ഏകദേശം 73 കിലോമീറ്റർ ദൂരമുണ്ട്. പോകുന്ന വഴിക്ക് പല സ്ഥലങ്ങളിലും റോഡ് പണി നടക്കുന്നത് കൊണ്ട് കൃഷി കഴിഞ്ഞ് കിടക്കുന്ന പാടങ്ങളിൽ കൂടിയായിരുന്നു ഞങ്ങളുടെ യാത്ര. നമ്മളിന്ന് വരുന്ന വഴിക്ക് ഇവിടെ ഒരു റെയിൽവേ ലൈൻ ക്രോസ് ചെയ്യാനുണ്ടായിരുന്നു, ഈ സൈഡ് കണ്ടോ. അപ്പോൾ കുറച്ച് മുന്നിൽ പണി നടക്കുന്നുണ്ട് അവിടെ. അത് കാരണം ഞങ്ങളെ ഒരു ഓഫ് റോഡിൽ കൂടെ ചുറ്റിച്ച് കുറേ സ്ഥലത്തൊക്കെ വീടുമായിരുന്നു. മണലാണ്. അത് കാരണം ടയർ പോയി. പിന്നെ കുറച്ചുകൂടെ മുന്നിൽ പോയിട്ട് നമ്മൾ വീണ്ടും മെയിൻ റോഡിൽ കയറിയിട്ട് ചുവന്ന മണൽക്കാട്ടിലോട്ട് പോകും. വെയിലെങ്ങനെയുണ്ട്? ഭയങ്കര ചൂട്. ഇപ്പോൾ ജസ്റ്റ് ക്ലൗഡ് വന്നെങ്കിലും നല്ല വെയിലാണ്. അത് അങ്ങോട്ട് കാണിച്ചു കൊടുക്കുക. ആ ഭാഗത്ത് വെളുത്ത് വയ്ക്കുന്നുണ്ട്. പനകളുടെ നല്ല വെയിലാണ്. അങ്ങനെ അവസാനം ഞങ്ങൾ റോഡിലെത്തി കേട്ടോ. ഇതുവരെ വീഴാതെ വല്ലതിനെയും ഇങ്ങെത്തി അല്ലേ ശിവറ? മണ്ണിട്ട വഴികൾ, മണല്. ഇനിയിപ്പോൾ റോഡ് ഇതാണ്, അല്ലെങ്കിൽ ഇതുവഴിയാണ് നമുക്ക് വരേണ്ടതായിരുന്നത്. പക്ഷേ റോഡ് പണി നടക്കണതുകൊണ്ടാണ് നമ്മൾ ഇതുവഴി വന്നത്. അതുകൊണ്ട് ഒരു വണ്ടി പറഞ്ഞാ അതൊരു ഗ്രാമമാണ്, അതിൽ കൂടെ കയറി. കാരണം ഇനിയിപ്പോൾ നിങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ ഇവിടെയൊക്കെ വയൽ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലേ? അതെ പറയാൻ പറ്റില്ല. ഒക്ടോബറിൽ മഴ വരും. ഇന്ന് ഒക്ടോബർ 1 അപ്പുറത്തൊക്കെ ഇങ്ങനെ കാണാം. അതാണ് അവിടെ കൂടെ സൈഡിൽ കൂടെ ഉണ്ട്. ഹൈവേസിന് മേലെ ലൊക്കേഷനാണ് വള്ളിയൂര്. ആ ഒരു കൂർത്ത മല, ബെൽമല. അവിടെ നിന്ന് അതേ കാറങ്ങെത്തി. അപ്പോൾ നമുക്ക് ഇനിയിപ്പം ഈ റോഡ് വഴിയാണ് ഇനി അങ്ങോട്ട് ലെഫ്റ്റിലോട്ട് പോകേണ്ടത്. അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നു. നല്ല വെയിൽ, റോഡിന് ഇരുവശവും കൃഷിപ്പാടങ്ങൾ ഉണങ്ങി വരണ്ട് കിടക്കുന്നു. ഇവർക്കിനി കൃഷി നടത്തണമെങ്കിൽ മഴക്കാലമാവണം. ഒന്ന് ആലോചിക്കൂ, ഇവർക്ക് കൃഷിക്കാവശ്യമായ ജലം കിട്ടിയിരുന്നെങ്കിൽ വേനലിലും ഇവർ കൃഷിപ്പാടങ്ങളിൽ പൊന്നു വിളയിച്ചേനെ. പിന്നൊരു കാര്യം, തമിഴ്നാട്ടിലെ കൃഷിപ്പാടങ്ങളിൽ പൊന്നു വിളയിച്ചാലേ കേരളത്തിലെ തമ്പുരാന്മാർക്ക് കുമ്പി നിറയ്ക്കാൻ പറ്റുള്ളൂ. പോകുന്ന വഴിയിൽ കണ്ടതാണ് ഒരു പാടം നിറച്ച് ആടുകളെ മേയാൻ വേണ്ടി വിട്ടിരിക്കുന്നത്. ഇപ്പൊ ഇങ്ങനെ കിടക്കുന്നേ ഉള്ളൂ. വെള്ളം വരും ദീപാവലി മഴ വരുമ്പോ. പിന്നെ ഇത് വയലാണ്. അത് ശരി. ഇപ്പൊ ഈ ആടുകളെ മേയാൻ വിടുന്നതെന്ന് പറയുമ്പോൾ അതിന്റെ കാഷ്ടം ഉണ്ടല്ലോ, അത് വളമാണ്. ഇവിടെ മുഴുക്കാതാണ്. യാത്ര വീണ്ടും തുടർന്നു. പോകുന്ന വഴിക്ക് ഒരു തനി നാടൻ ഹോട്ടലിൽ കയറി പെറോട്ടയും ബീഫ് റോസ്റ്റും അകത്താക്കി. കാരണം മുന്നോട്ടിനി ഹോട്ടലുകൾ ഒന്നും തന്നെയില്ല. നമ്മളിപ്പോൾ തെരിക്കാട്ടിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. റോഡിന് ഇരുവശവും മണ്ണിന്റെ നിറം മാറിക്കൊണ്ടേയിരിക്കുന്നു. നമ്മളിപ്പം പോകുന്ന തെരിക്കാട് എന്ന് പറയുന്ന സ്ഥലം തൂത്തുക്കുടി ജില്ലയിലെ ഒരു തീരദേശ പട്ടണമായ തിരുച്ചെന്തൂരിനടുത്താണ്. ഏകദേശം 15 കിലോമീറ്റർ മാറി കുതിരൈമൊഴി, സാത്താംകുളം എന്ന റിസർവ് വനങ്ങളിലായിട്ടാണ് ഈ ഒരു റെഡ് മണൽ വ്യാപിച്ചു കിടക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ തൂത്തുക്കുടി ജില്ലയിലും തിരുനെൽവേലി ജില്ലയിലുമായിട്ട് ഇത് വ്യാപിച്ചു കിടക്കുന്നു എന്നർത്ഥം. അങ്ങനെ നമ്മൾ നിഗൂഢതകൾ നിറഞ്ഞ തേരിക്കാട്ടിലെത്തി. ഈ കാണുന്നത് തേരിക്കാട്ടിലെ അരുൾമികു ശ്രീ കർക്കുവേൽ അയ്യനാർ ക്ഷേത്രത്തിന്റെ എൻട്രൻസ് ആണ്. ഇവിടെ നിന്നും വലത്തോട്ട് തിരിഞ്ഞ് നടന്ന് നമുക്ക് തേരിക്കാട്ടിനകത്തേക്ക് പോവാം. ഈ തേരിക്കാട്ടിൽ കൃഷി സാധ്യമല്ലെങ്കിലും പനയും കശുമാവുകളും ധാരാളമായി കാണപ്പെടുന്നു. പിന്നെ അതുപോലെ നമ്മളിപ്പോൾ കാണുന്ന ഈ ചെടികളെല്ലാം തന്നെ ഇവിടുത്തെ വനപാലകർ, അതായത് ഇതൊരു ഫോറസ്റ്റ് ഏരിയയാണ്, അപ്പോൾ ഇവിടുത്തെ വനപാലകർ നട്ടുപിടിപ്പിച്ചതെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. നല്ല വെയിൽ കേട്ടാ, ഒരു രക്ഷയില്ല. അടപ്പളവി നിൽക്കുകയാണ്. കണ്ടോ, നല്ല ചുവന്ന മണല്. എന്താ നല്ല ചൂട് കേട്ടാ. ഏകദേശം 12,000 ഏക്കർ വ്യാപിച്ചു കിടക്കുന്നു ഈ റെഡ് സാൻഡ്. കടാപ്പുറത്ത് കാണാറുള്ള തരം മണലാണ് ഇവിടെയും. പക്ഷേ കടാപ്പുറം ഇവിടെ നിന്ന് 25 കിലോമീറ്റർ മാറിയാണ്. ഇവിടെ നല്ല കാറ്റാണ്. അപ്പോൾ കാറ്റടിച്ചാണ് മണൽ ഇവിടെ വന്നതെന്നാണ് പറയപ്പെടുന്നത്. ചുവന്ന മണൽ എങ്ങനെ ഉണ്ടായി എന്നതിന് വ്യക്തമായ കാരണം പലർക്കും അറിയില്ലെങ്കിലും ഇരുമ്പ് ഓക്സൈഡുകളുടെ ഉയർന്ന സാന്ദ്രതയാണ് ഇതിന് കാരണമെന്നാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. തേരിക്കാടിനെ പറ്റി ചില നിഗൂഢമായ കഥകളും നിലനിൽക്കുന്നുണ്ട്. ഒരു വിവാഹ പാർട്ടി നാട്ടുകാരുടെ മുന്നറിയിപ്പ് അവഗണിച്ച് തേരിക്കാട്ടിൽ താമസിക്കുകയും പിറ്റേന്ന് അവരെ കാണാതാവുകയും ചെയ്തു എന്നുള്ളതാണ്. കാരണം തേരിക്കാട്ടിൽ നല്ല കാറ്റുള്ളത് കൊണ്ട് തന്നെ മറ്റു മരുഭൂമികളിൽ സംഭവിക്കുന്നത് പോലെ മണ്ണിന് സ്ഥാനചലനം സംഭവിക്കാറുണ്ട്. ഇന്ന് കാണുന്നത് പോലെ ആയിരിക്കത്തില്ല നാളെ നമ്മൾ കാണുന്നത്. തേരിക്കാറ്റിൽ വഴി തെറ്റുന്നത് സാധാരണമാണ്, അതായത് മരുഭൂമിയിലെ പോലെ.
അതിനാൽ സൂര്യാസ്തമയ സമയത്തിന് ശേഷം വിനോദസഞ്ചാരികളെ തേരിക്കാട്ടിൽ തങ്ങാൻ നാട്ടുകാർ അനുവദിക്കാറില്ല. ഫോട്ടോഷൂട്ടിനും റീൽസ് ഷൂട്ടിനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ് ഈ തേരിക്കാട്. പക്ഷേ നിങ്ങളിവിടെ വരികയാണെങ്കിൽ ഒന്ന് മാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം കൂടുതൽ ഉള്ളിലോട്ട് പോകാതിരിക്കുക. പോയി കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ചു വരാൻ വേണ്ടി എന്തെങ്കിലും മാർക്കിങ്ങോ കാര്യങ്ങളോ വച്ചിട്ട് വേണം പോകാൻ, അല്ലെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ തേരിക്കാടിലെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങളിനി അടുത്ത സ്ഥലത്തേക്ക്.